ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നലത്തെ റൂട്ട് ഇന്ന് ചാടി പിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു റൂട്ടാണ് താഴത്തേക്ക് നമ്മൾ പറഞ്ഞിരുന്നായിരുന്നത്. താഴത്തേക്ക് വരാൻ വെച്ചെങ്കിൽ സ്ട്രെയിറ്റ് വരാണെങ്കിൽ നേരെ വന്ന് താഴെ വന്ന് ഏകദേശം ഈ ഒരു സെറ്റപ്പ് ഈ 26,950 എത്തിയാൽ കണ്ണുടച്ച് നമുക്ക് ബൈ ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. അതൊക്കെ ട്രേഡിങ് എല്ലാവരുടെയും സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം ചെയ്യുക. പക്ഷേ നല്ല സപ്പോർട്ട് ഏരിയ ആണ്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഇവിടെ 25,830 ഈ റേഞ്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു റേഞ്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് 25,850. ഇതായിരുന്നു നമുക്കൊരു ബൈ സോൺ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ബൈ സോൺ നമുക്കുണ്ടായിരുന്നത് ഈ ഒരു ഏരിയയിലാണ്. എവിടെ ഇതും നല്ലൊരു ബൈ സോൺ. ഇന്ന് ഓപ്പൺ ആയത് കറക്റ്റ് ബൈ സോൺ തന്നെയായിരുന്നു. ആ ബൈ സോൺ എങ്ങനെയാണ് കണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നാണ് ഞാൻ കഴിഞ്ഞ സമയം എടുക്കാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ ഒരു റേഞ്ച് ബൗണ്ടറിയാണ്. ഈ ഒരു ബേസ്മെൻറ്റ് നോക്കിയാൽ മതി, ഇത്രയേ ഉള്ളൂ. ഇത് ഏകദേശം ഇവിടെ ബേസ്മെൻറ്റ് ഒന്ന് ഇവിടെ ടാർഗറ്റ് ക്ലോസ് ചെയ്തിട്ട് 38% കയറിയിട്ടുണ്ടാകുമ്പോൾ ശേഷം അത് വീണ്ടും ഇറങ്ങി ഒരു അടുത്ത 200 എവിടെ എത്തുന്നു അവിടെ നിന്നാണ് ബൗൺസിങ് വരിക. അപ്പോൾ ഇത് ഒന്ന് ഓപ്പൺ ആയി തന്നെ ഈ 200 ഇത് ബൗൺസ് ചെയ്തു. ഈ പാറ്റേൺ കംപ്ലീറ്റ് ആക്കിയിട്ട് താഴ്ത്തിക്ക് വന്നു. ഇപ്പോൾ റീടെസ്റ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത് താഴ്ത്തിക്ക്. ഇപ്പോൾ ഇതൊരു റീടെസ്റ്റ് ഏരിയ ആണ്. താഴെയുള്ള ഭാഗത്ത് ഇതാക്കാൻ ഇവിടെ ഒരു എൻഡിങ് ഡയഗണൽ ഓൾറെഡി ക്രിയേറ്റ് ആയപ്പോൾ തന്നെ ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു ഈ സാധനം ഇവിടെ നിന്ന് കയറാണ്ടിരുന്നു. കാരണം എൻഡിങ് ഡയഗണലിൻ്റെ പ്രത്യേകത ഞാൻ മുമ്പത്തേൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു 61% ചിലപ്പോൾ വലിയ ഒരു 78 വരെ പോവും. വീണ്ടും ഇറങ്ങിയിട്ട് വീണ്ടും ഒരു 61%. പിന്നെ ത്രോ ഓവറാണ്. ടോട്ടൽ സൈസിൻ്റെ ത്രോ ഓവർ ഒരു 127% വരെ വരിക എന്നുള്ളതാണ് ഇതിൻ്റെ തിയറി. ബേസ് തിയറിയാണത്. 161 വരെയൊക്കെ എക്സ്റ്റൻഷൻ വരാം. പിന്നെ ഇവിടെ നിന്ന് കയറിപ്പോകാൻ സാധ്യത. ഇവിടെ എപ്പോഴും ബാക്കി നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട് 25,950 എന്ന് പറയുന്നത് നമ്മുടെ ബൈ സോൺ. നാളെ ഇത് നേരെ മുകളിലേക്ക് കയറിയിട്ട് ഈ ഒരു റേഞ്ചിൽ എത്തിയതിന് ശേഷം ഇറങ്ങുകയാണെങ്കിൽ പിന്നെ ഈ സാധനം ഇൻവാലിഡ് ആയിരിക്കും. ഓൾറെഡി ഈ സൈസ് കഴിഞ്ഞാൽ നിൽക്കുന്നത്. ഇതിൻ്റെ ബേസ്മെൻറ്റ് വെച്ചുള്ള ഈ സൈസ് കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇത് താഴെ ഇറങ്ങി വീണ്ടും കയറി വീണ്ടും റീടെസ്റ്റ് ചെയ്ത് വീണ്ടും കയറിയാൽ മാത്രമേ ഇതിന് കണ്ടിന്യൂഷൻ ഉണ്ടാകത്തുള്ളൂ. അതല്ലാത്ത പക്ഷം ഇതിപ്പോൾ കഴിഞ്ഞാൽ നിൽക്കുന്നത്. എന്തായാലും നാളെ വലിയൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആവേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഈ കോൺട്രാക്റ്റിംഗ് ട്രയാങ്കിളിൻ്റെ സൈസ് വെച്ച് നോക്കിയാൽ മാക്സിമം പോവാവുന്ന ഒരു ഏരിയ 26,070 വരെ. അപ്പോൾ മുകളിലേക്ക് നമുക്ക് അങ്ങനെ ഒരു ട്രേഡ് മോഡൊന്നും എടുക്കാൻ പറ്റില്ല. തിരിച്ച് ഈ മിനിമം ഇവിടെ വരെ പോയിട്ട് ഈ ഒരു റേഞ്ച് വരെ പോയിട്ട് തിരിച്ച് വന്ന് 25,950 വീണ്ടും ഇത് വാലിഡാണ്. കോൾ ഓപ്ഷന് വേണ്ടിയിട്ട് ഇത് വാലിഡാണ്. കോൾ ഓപ്ഷനിൽ അത് 100 പോയിൻറ്റിൻ്റെ റിവേഴ്സിൽ വരാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഓക്കെ, ഇവിടെയൊക്കെ നമ്മൾ ബൈസോൺ ഇതാണ് നമ്മൾ പറഞ്ഞൊരു ബൈസോൺ ഉണ്ടായിരുന്നത്. 40 പോയിൻ്റ് കയറാം. പക്ഷേ ഇവിടെ നമ്മൾ കയറുമ്പോഴും സ്റ്റോപ്പ് ലോസ് ഇവിടെ തന്നെ വരുന്നത്. ഇവിടെ അടുത്തൊന്നും വേറെ സ്റ്റോപ്പ് ലോസ് ഇല്ല. ഈ റേഞ്ചിലാണ് അത് കണ്ടിന്യൂസ് താഴത്തേക്ക് ഇറങ്ങി വന്നു. സോ അത് വലിയ സ്റ്റോപ്പ് ലോസായി മാറും. ഓൾറെഡി ഇത് വലിയ റൂട്ട് ആയതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് നല്ല ഡിസ്റ്റൻസിലിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് വാങ്ങാമെങ്കിൽ 10-20 വാങ്ങണത് 100 വാങ്ങണമെന്ന് വെച്ചെങ്കിൽ ഇവിടെ നമുക്ക് ആകെ 30 വാങ്ങാനുള്ള ഓപ്ഷനേ ഉള്ളൂ. അത് കിട്ടുന്ന പ്രോഫിറ്റ് ആകെ ഒരു 40 പോയിൻ്റ് കയറുമ്പോൾ തന്നെ ഇറങ്ങിപ്പോരാ എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ ഇത് ഇവിടെ നിന്ന് കണ്ടിന്യൂഷൻ ഉണ്ടായി കഴിഞ്ഞാലോ ഇവിടെ നിന്ന് വീണ്ടും ബാക്കിയുള്ള ഇട്ടിട്ട് ആവറേജ് ചെയ്യുക, എന്നിട്ട് തിരിച്ച് കയറുമ്പോൾ എടുക്കുക. സ്റ്റോപ്പ് ലോസ് എപ്പോഴും 25,850 എന്ന് പറഞ്ഞ റേഞ്ചിൽ തന്നെ ആയിരിക്കും. അത്യാവശ്യം നല്ല പോയിൻ്റാണ്. പക്ഷേ ഇവിടെ പലതവണ നമുക്ക് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കയറി തുടങ്ങി. എൻ്റെ ഒരു ഊഹപ്രകാരം നാളെ ഇവിടെ വരെ വന്നിട്ട് പോവാം. നേരെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ബൈ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം താഴത്തേക്ക് വന്നിട്ട് കയറി ബൈ ചെയ്ത്. കാരണം ഇത് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇവിടെ റീടെസ്റ്റ് ഒക്കെ നടത്തി കണ്ടിന്യൂഷനിൽ ചിലപ്പോൾ താഴത്തേക്ക് പോകും. വലിയ രീതിയിലുള്ള ലോസ് വരും. അതിൻ്റെ ആവശ്യമില്ല. വെറുതെ പൈസ കൊണ്ടേയില്ല. പിന്നെ ഇതിനൊരു ബൈ സൈഡ് നമ്മൾ പറഞ്ഞിരുന്നത് ഇവിടുത്തെ ഈ ഒരു പാറ്റേൺ നിന്നാൽ മാത്രം, സ്റ്റാൻഡ് ആയാൽ മാത്രം. അവിടെയും പുട്ട് സൈഡാണ് പറഞ്ഞത്. കോളിൻ്റെ സൈഡ് ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഒരുവിധം ഇത് നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്ന് അവസാനിപ്പിച്ച മാതിരി തന്നെ ഇന്നലെയും ഈ ഒരു എഡ്ജിൽ ഇങ്ങനത്തെ 200% എഡ്ജിലാണ് അവസാനിപ്പിച്ചിരുന്നത്. നേരെ പൊട്ടി താഴ്ത്തിക്ക് വന്നത് ട്രെൻഡ് ബെയറിഷ് കണ്ടിന്യൂഷൻ ആയതുകൊണ്ട്. അതല്ല ഇതിന് എന്തെങ്കിലും ഒരു കോൾ സൈഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇന്ന് കയറുമ്പോൾ നേരെ ഒരു 78% ഈ ഒരു പോയിന്റിൽ എത്തിയിട്ട് ഒരു റീടെസ്റ്റ് എടുത്തേനെ 26,200. അങ്ങനെ കയറായിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ നിന്നൊരു പുട്ട് ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ എത്തിയിരുന്നെങ്കിൽ. കാരണം ഇത് റിജക്ഷൻ ഏരിയ ആണ്. ഒരു ട്രെൻഡ് നടക്കുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ പാറ്റേണുകൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ അത് റിജക്ട് ചെയ്ത് താഴ്ത്തി പോരും. ഇപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റും പിടിക്കാൻ പറ്റും. 10 വാങ്ങിച്ചിട്ട് 5 അവിടെ വിറ്റ് പിന്നെയും കണ്ടിന്യൂസും കിട്ടാൻ സാധ്യതയുള്ളതാണ്. ഈ സപ്പോർട്ട് നിലനിന്നിട്ട് രണ്ടാമത് ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇതിൽ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും കയറി എന്നറിഞ്ഞെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി ഈ കണ്ടിന്യൂഷൻ ചിലപ്പോൾ ഇതുപോലെ കയറി ഇവിടെ വരെ എത്തിയാണ്. പക്ഷെ അതിനുള്ള ഭാഗ്യം ആ ഒരു റൂട്ടിന് ഉണ്ടായില്ല. നന്നായി എന്തായാലും നമുക്ക് ആവശ്യമുള്ള റൂട്ടിക്കാണ് സാധനം വന്നിരിക്കുന്നത്. പക്ഷെ ഇന്ന് എത്ര പേർക്ക് ഇത് എടുക്കാനുള്ള ധൈര്യം ഉണ്ടായെന്ന് എനിക്കറിയില്ല. ഈ ഒരു ഏരിയ കുറച്ച് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതെനിക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇവിടെ ഇങ്ങനെ ഇറങ്ങി വരാൻ സാധ്യത. ഈ ഒരു പാറ്റേൺ വന്നപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായിരുന്നു പരിപാടി കഴിഞ്ഞു, കച്ചവടം പൂട്ടാൻ പോവുകയാണെന്ന് മനസ്സിലായിരുന്നു.
എൻ്റെ ഇപ്പോൾ ഈ പാറ്റേൺ കുറച്ചും കൂടി ബാക്കിയുണ്ട് കറക്റ്റ്. ഈ ടോട്ടൽ പാറ്റേണിൻ്റെ കറക്ഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ഈ ഒരു ഏരിയ വരെയാണ് കറക്ഷൻ ഉള്ളത്. പിന്നെ ഇത് റീടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് കയറുമോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ നമുക്ക് നാളെ അറിയുള്ളൂ. പക്ഷേ നാളത്തെ 2 ട്രേഡ് ഓപ്ഷൻ ഉള്ളത്, ഒന്ന് നേരെ ഇവിടെ വരെ എത്തിയിട്ട് തിരിച്ച് വരാൻ വെച്ചെങ്കിൽ ഒരു ട്രേഡ് ഓപ്ഷനും ഇല്ല. അതല്ല, ഇവിടെ നിന്നും നേരെ കയറാതെ സ്ട്രൈറ്റ് താഴെ വന്നിട്ട് 25,950 എത്തിയിട്ടുണ്ടെങ്കിൽ ബൗൺസിങ് കിട്ടും. അത്യാവശ്യം നല്ലൊരു ബൗൺസിങ് പോയിൻ്റ് ആണത്. കാരണം 23% എത്തിയിട്ട് റിവേഴ്സ് വരുന്നത് കണ്ടിന്യൂഷനാണ്, കണ്ടിന്യൂഷനാണ്. ട്രെൻഡ് ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു എഡ്ജ് പോയിൻ്റ് ആയിട്ട് ഇത് നമുക്ക് കണക്കാക്കാം. ഇതൊരു റീടെസ്റ്റ് പോയിൻ്റാണ് ടോട്ടൽ സൈസിൻ്റെ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, അവിടെ നിന്ന് കയറാമെന്ന് ധൈര്യമുള്ളതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ തിയററ്റിക്കലി പറയുന്നതാണ്, ഒക്കെ ടെക്നിക്കൽ നമ്മൾ പണിയെടുക്കുമ്പോഴേ അറിയുള്ളൂ എന്താവും നമുക്ക്. വേണ്ട, ഈ വെച്ചിരിക്കുന്ന 200%ൻ്റെ ഈ ബേസ്മെൻറ്റ്, ഇതുവരെ ഒരു ബേസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ആൾ വന്നിരിക്കുന്നത്. ഈ ഒരു ബേസ്മെൻറ്റ് മുഴുവൻ ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്കുള്ളത് ഒരു ബേസ്മെൻറ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇന്ന് ഇറങ്ങി തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു റീടെസ്റ്റാണ്. ഇനി താഴെ പോകണോ വേണ്ടയോ എന്ന് മാർക്കറ്റ് ഡിസൈഡ് ചെയ്യുന്നൊരു ഏരിയയാണിത്. അപ്പോൾ ഇത് 78% വരാറുണ്ട് ഈ 25,950. എന്നിട്ട് ഇവിടുന്ന് വീണ്ടും ബേസ് തിരിച്ച് കയറി ഇത് 38%. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടി താഴത്തേക്ക് ഇത് ഇറക്കി വെക്കേണ്ടി വരും. ഏകദേശം ഇത്ര വരെ ഒക്കെ വരാം, 26,100 വരെ വരാം. അപ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് അതിൽ വരുന്നു, നല്ലൊരു പോയിൻ്റ് അവിടെ കയറുന്നുണ്ട്, ബോൺസിങ് പോയിൻ്റ് 100 പോയിൻ്റൊക്കെ കയറാം. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ വരെ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത്. കണ്ടിന്യൂസ് ആയിട്ട് കയറിപ്പോയാൽ തിരിച്ച് വന്നു കഴിഞ്ഞാൽ എടുക്കണ്ട, അത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് തന്നെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇറങ്ങിയാൽ ബൈ മോഡ്. വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് ഇന്ന് ഒന്നുമില്ല. ഇന്ന് ഈ ഒരു ബൈ മോഡാണ് ഉണ്ടായിരുന്നത്. ഇതെടുത്തവർക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ വരാൻ വേണ്ടി കാത്തിക്കുന്നവർക്ക് ഇവിടെ നിന്ന് നാളെ ഓപ്ഷൻ കിട്ടട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ഈ ഭാഗത്തേക്ക് വന്നിട്ട് ട്രേഡ് കിട്ടട്ടെ എന്ന് വിചാരിക്കാം. ക്വാണ്ടിറ്റി കുറച്ചെടുക്കുക, പൊതുവെ എടുക്കുന്ന അത്രയും ക്വാണ്ടിറ്റി എടുക്കരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് വലുതാണ്, ചെറിയ സ്റ്റോപ്പ് ലോസ് അല്ല. ഏകദേശം ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 100 പോയിൻ്റിന് അടുത്താണ് വരുന്നത്. അപ്പം പ്രീമിയത്തിൽ അർദ്ധ മണി എടുത്താൽ പോലും 50 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പം പണി കിട്ടും. പിന്നെ എടുത്തിട്ട് കയറി തുടങ്ങുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റിൽ നിന്ന് പകുതി വിൽക്കുക, പിന്നെ ബാക്കി ടാർഗറ്റിലെത്തുമ്പോൾ ബാക്കിയും വിൽക്കുക. അങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ വലിയ ലോസില്ലാണ്ട് ഇറങ്ങിപ്പോവാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.